പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലത്തീൻ ആരാധന ക്രമമനുസരിച്ച് ആണ്ടുവട്ടത്തിലെ 19ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് ഭക്തിയോടുകൂടെ ഈ ഞായറാഴ്ച ബലിയർപ്പണത്തിൽ പങ്കുചേരാം. നമുക്ക് അനുഗ്രഹമാണ്. യഥാർത്ഥത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ പങ്കുചേരേണ്ടതിനെക്കുറിച്ചാണ്. കർത്താവിൻ്റെ കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടെ അത് വില കൊടുത്ത് മനസ്സിലാക്കേണ്ടതിനെക്കുറിച്ചാണ് ഇന്നത്തെ വചനങ്ങളെല്ലാം പറയുക. നമുക്കതുകൊണ്ട് ഈ സമയം നമ്മുടെ ഒടുങ്ങാത്ത നിക്ഷേപം അത് സ്വർഗത്തിലാണ് നമ്മൾ കൂട്ടിവെക്കേണ്ടത്. ഇവിടെ ഭൂമിയിൽ എന്ത് ചെയ്താലും, ഇപ്പോൾ നമ്മുടെ ഈ പരിശുദ്ധ ബലിയർപ്പണം, കൂദാശകളിൽ പങ്കുചേരൽ, പ്രാർത്ഥന, ഇതെല്ലാം ഒരു നിക്ഷേപമാണ്. ഒരു പക്ഷേ നമ്മൾ ഇന്ന് നല്ലതുപോലെ ജീവിക്കുന്നത് പൂർവികർ ഒരു നിക്ഷേപം ഇങ്ങനെ കരുതി വച്ചിരിക്കുന്നത് കൊണ്ടാകാം. ബാങ്കിൽ കൊണ്ട് പണം ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കണക്ക് പ്രയർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്രയൊന്നും വരുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രയർ ഡെപ്പോസിറ്റ് നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അതുകൊണ്ട് ഇതൊരു ഡെപ്പോസിറ്റ് ആകട്ടെ. 2-3 കുർബാനകൾ പങ്കെടുത്താലും അത് ഒരു ഡെപ്പോസിറ്റ് ആകട്ടെ. തലമുറയ്ക്ക്, നമ്മുടെ കുടുംബത്തിന്, നമുക്ക്, നമ്മുടെ ആത്മീയതയ്ക്ക് ഒരു നിക്ഷേപമായി അത് മാറട്ടെ. ആ ഒരു ചിന്തയോടുകൂടെ നമുക്ക് ഈ പരിശുദ്ധ ബലി നമുക്ക് അർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു സ്വലോക രാജനേ. സർവൈകശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവ സൂനുവേ, കർത്താവ ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപ നിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപ നിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവി തേജസ്സി, പാവനാത്മാവുതൻ നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകന നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പരിശുദ്ധാത്മാവാൽ ഉദ്ബോധിതരായി അങ്ങേ ഞങ്ങൾ പിതാവേ എന്ന് വിളിക്കുവാൻ ധൈര്യപ്പെടുന്നു. ദത്തപുത്രരുടെ ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പൂർത്തീകരിക്കണമേ. അങ്ങനെ വാഗ്ദാനത്തിൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി
ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് തങ്ങൾ വിശ്വസിച്ച വാഗ്ദാനത്തിൻ്റെ പൂർണ്ണജ്ഞാനത്തിൽ ആനന്ദിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ആ രാത്രിയെക്കുറിച്ച് അങ്ങ് മുന്നറിയിപ്പ് നൽകി. നീതിമാന്മാരുടെ മോചനവും ശത്രുക്കളുടെ നാശവും അങ്ങയുടെ ജനം പ്രതീക്ഷിച്ചു. ഞങ്ങളുടെ ശത്രുക്കളെ ശിക്ഷിച്ചതുവഴി ഞങ്ങളെ സ്വന്തം ജനമായി അങ്ങ് മഹത്വപ്പെടുത്തി. സജനങ്ങളുടെ വിശുദ്ധ സന്തതികൾ രഹസ്യത്തിൽ ബലിയർപ്പിച്ചു. ഏകമനസ്സായി ദൈവിക നിയമം അനുസരിച്ചു. അങ്ങനെ അങ്ങയുടെ വിശുദ്ധർ ഭാഗ്യനിർഭാഗ്യങ്ങളെ ഒന്നുപോലെ സ്വീകരിച്ചു. അവർ പിതാക്കന്മാരുടെ സ്തുതികൾ പാടുകയായിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. സ്വസ്ത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കർത്താവ് ദൈവവുമായിട്ടുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ക്ഷാമത്തിൽ നിന്ന് അവരുടെ ജീവൻ നിലനിർത്തുന്നു. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരനെ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കുവാനുള്ള സ്ഥലത്തേക്ക് പോകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെപ്പോലെ കഴിഞ്ഞു. അതേ വാഗ്ദാനത്തിൻ്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമുറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കഴിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. അതിനാൽ ഒരുവനിൽ നിന്ന്, അതും മൃതപ്രായനായ ഒരുവനിൽ നിന്ന്, ആകാശത്തിലെ നക്ഷത്രജാലകങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു. ഇവരെല്ലാം വിശ്വാസത്തോടെയാണ് മരിച്ചത്. അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു. ഇപ്രകാരം പറയുന്നവർ തങ്ങൾ പിതൃദേശത്തെയാണ് അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരമുണ്ടാകുമായിരുന്നു. ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയമായതിനെയും ലക്ഷ്യം വയ്ക്കുന്നു. അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല. അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചത്. ഇസഹാക്കിലൂടെ
നിന്റെ സന്തതി വിളിക്കപ്പെടും എന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവർ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കുവാനൊരുങ്ങി. മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കുവാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ ഇസഹാക്കിനെ അവന് തിരിച്ചു കിട്ടി. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്കു മഹത്വം. അക്കാലത്ത് ഈശോ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ചെറിയ അജഗണമേ, ഭയപ്പെടണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. നിങ്ങൾ അരമുറിക്കും വിളക്ക് കത്തിച്ചും ഇരിക്കുവൻ. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവൻ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഇത് അറിഞ്ഞുകൊള്ളുവിൻ. കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുത്തിത്തുറക്കാൻ അനുവദിക്കുമായിരുന്നില്ല. നിങ്ങളും ഒരുങ്ങിയിരിക്കുവൻ. എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും. യജമാനൻ്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനെ ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായ പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും. അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ 2-3 തവണ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഒരുങ്ങിയിരിക്കുവൻ. ഒരുങ്ങിയിരിക്കാനായിട്ടുള്ള ഒരു സന്ദേശം. അത് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഇനി 38-ാമത്തെ വാക്യത്തിൽ അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഇനി 43-ാമത്തെ വാക്യത്തിൽ പറയുന്നത് യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഇന്ന് 1-ാം വായന നമ്മൾ കേട്ടു ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന്. 2-ാം വായന ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അബ്രഹാത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അബ്രഹാം യഥാർത്ഥത്തിൽ കർത്താവിനോട് നന്നായിട്ട് ചേർന്ന് നിന്ന ഒരാളാണ്. അബ്രഹാം നല്ല കർത്താവിന് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് അബ്രഹാത്തെ വെച്ചിട്ട് രക്ഷാകര ചരിത്രം സംഭവങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അബ്രഹാത്തിനെ ദൈവം പരീക്ഷിക്കുന്നത് പോലെയൊക്കെ തോന്നും. അത് ഇന്നത്തെ ചില കാര്യങ്ങളിൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവനോട് സ്വന്തം ദേശം വിട്ട് പുറപ്പെടാൻ പറഞ്ഞു. അത് ഉടനെ തന്നെ പുറപ്പെട്ടു.
ബന്ധുക്കളെയും പിതൃഭവനത്തെയും ദേശത്തെയും ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞു. അത് അക്ഷരം പ്രതി അനുസരിച്ചു. പക്ഷേ കൃത്യമായിട്ട് നോക്കിയില്ല. അതൊരു ഒരു ഒരു അതായത് അബ്രാം തൻ്റെ ഭാര്യ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിലാണ് പറയുക. ഇത് ഇന്നത്തെ ഹെബ്രായ ലേഖനത്തിൽ 11:8 പറയുക. അപ്പോൾ അബ്രാം വിചാരിച്ചു, ലോത്തല്ലേ, സഹോദരനാണ്, ഭാര്യ, അതിപ്പോൾ എന്താ കുഴപ്പം എന്ന് കരുതി അവരെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ അതിന് ചില കെണികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കരുതി കൂടെ കൊണ്ടുപോയാൽ എന്താ ഇപ്പോൾ കുഴപ്പം, അങ്ങനെ കരുതി. ഈ യജമാനൻ വരുമ്പോൾ അതെന്താ പറയുന്നത്, വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. അത് 45-ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ, എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി. ഇതാണ് ഈ കരുതലുകളൊക്കെ പ്രശ്നമാണ്. ഇപ്പം നാളെ കുമ്പസാരിക്കാം, ഇന്നിപ്പോൾ കുമ്പസാരിക്കണ്ട, ഇന്ന് കുമ്പസാരിച്ച ഇന്ന് ശരിയാകില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചിന്തകളിലൂടെ കരുതിക്കൊണ്ട് നടക്കുക. അതാണ് പ്രശ്നം. അപ്പോൾ അബ്രഹാം കരുതി ലോത്തല്ലേ സാറായല്ലേ കൂടെ കൊണ്ടുപോകാമെന്ന് കരുതി. അങ്ങനെ കൂടെ കൊണ്ടുപോയി. കൂടെ കൊണ്ടുപോയതൊക്കെ പ്രശ്നമായി. ലോത്തിനെ വേർവിട്ടതിന് ശേഷമാണ് പിന്നെ കർത്താവ് പോലും അബ്രഹാത്തോട് സംസാരിക്കാൻ തുടങ്ങിയത്. 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പിതൃദേശത്തെയും ഭവനത്തെയും ബന്ധുക്കളെയും വിട്ടു പോകാൻ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ടുപോയത് കൊണ്ട് 13-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് പിന്നെ ദൈവം അബ്രഹാത്തോട് സംസാരിക്കുന്നത്. അങ്ങനെ സാറായെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവരെങ്ങനെ നെഗേബിലെത്തിയപ്പോൾ അവിടെ ഭയങ്കര ക്ഷാമം കണ്ടപ്പോഴും ഈജിപ്തിലേക്ക് പോകാമെന്ന് അബ്രഹാം കരുതി. അങ്ങനെയാണ് വചനം പറയുക. അത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യമാണ്. അവിടേക്ക് പോകാമെന്ന് കരുതി, അവിടെ കുറച്ച് ആശ്വാസം ഉണ്ടാകുമെന്ന് കരുതി അങ്ങോട്ട് പോയപ്പോൾ എന്താ പ്രശ്നം, അവിടെ രാജാവ് പെണ്ണുങ്ങളെ നോട്ടമിടുന്ന രാജാവാണ്. അപ്പം അങ്ങനെ രാജാവ് ആക്രമിക്കുമെന്ന് കരുതി തൻ്റെ ഭാര്യയെ സഹോദരിയാണെന്ന് പറഞ്ഞു. ഇതെൻ്റെ ഭാര്യയല്ല, ഇതെൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ചു. രാജാവ് ഈജിപ്തിലെ ഫറവോ കല്യാണം കഴിച്ചു. പിന്നീട് അത് മനസ്സിലായപ്പോഴാണ്, നീ എന്താ എന്നോട് ഈ നുണ പറഞ്ഞത്. അതുപോലെ പിന്നീട് സംഭവിക്കുന്നുണ്ട്. 20-ാം അധ്യായത്തിൽ അബിമേലെക്കിനോട് സഹോദരിയാണെന്ന് പറഞ്ഞു, കല്യാണം കഴിക്കാൻ വേണ്ടി പോയി. അപ്പോഴാണ് ദൈവം അബിമേലെക്കിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ തോന്നിയതുപോലെയൊക്കെ അങ്ങ് ചെയ്തു. ദൈവം പറഞ്ഞതാണ്, മണൽത്തരി പോലെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു സന്താനങ്ങളെ. അത് അബ്രഹാത്തോട് പറഞ്ഞതാണ്. അത് ഇന്നത്തെ ഹെബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായം 11-ാം വാക്യത്തിൽ അത് അബ്രഹാം വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്. നടക്കാത്ത കാര്യമാണ്. 90 തികഞ്ഞ സാറ ഇനി പ്രസവിക്കുവോ, 100 തികഞ്ഞ താനൊരു അപ്പനാവുമോ എന്ന് അബ്രഹാം ചിന്തിച്ച കാര്യമാണ്. പക്ഷേ ദൈവം അവർക്ക് ശക്തി കൊടുത്തു. ഇത് അബ്രഹാം വിശ്വസിച്ച കാര്യമാണ്. പക്ഷേ അതിൻ്റെ മുൻപ് സാറ പറഞ്ഞു, ഇനി എന്ന് കൊച്ചുണ്ടാകാനാണ്, ഹാഗാർ ദയിരിക്കുന്നു ഈജിപ്തിൽ നിന്ന്. അങ്ങനെ നെഗേബിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയല്ലോ, അവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ കൂടെ കൊണ്ടുവന്ന് വീട്ടുജോലിക്ക് വേണ്ടി. അങ്ങനെ സാറ പറഞ്ഞു, ഹാഗാറിനെ പ്രാപിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടിയുണ്ട്. അത് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഗർഭവതിയായപ്പോൾ സാറ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അബ്രഹാം അത് കർത്താവ് പറഞ്ഞ് അനുസരിച്ചാൽ മതിയായിരുന്നു, സാറയല്ലേ, സ്വന്തം ഭാര്യയല്ലേ എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് അനുസരിച്ചു. അത് പിന്നെ പ്രശ്നമായി. സാറ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. 16-ാം അധ്യായം 5-ാം വാക്യത്തിൽ സാറ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് എനിക്ക് ദുരിതമുണ്ടായത്. പിന്നെ ഈ ഇസ്മായേൽ 10 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി കളിക്കാൻ തുടങ്ങി, അവരുടെ കളിക്കുന്ന പ്രായത്തിൽ. അപ്പം സാറായ്ക്ക് ഉള്ളിലൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ പ്രസവിച്ച മകൻ്റെ അവകാശം അവന് തന്നെ കൊടുക്കണം, ഇസ്മായിലിന് കൊടുക്കാൻ പറ്റുകയില്ല. അബ്രഹാം നോക്കുമ്പോൾ അബ്രഹാത്തിൻ്റെ 2 മക്കളാണ്. അബ്രഹാം പെട്ടുപോയി. പിന്നെ അബ്രഹാത്തെ സഹായിക്കുന്നത് ദൈവമാണ് അബ്രഹാത്തെ സഹായിക്കുന്നത്. സാറ സ്വന്തം ഭാര്യ കൂടെ നിൽക്കുന്നില്ല. അത്തരം സംഭവങ്ങൾ. അപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ തോന്നിയ പോലെയൊക്കെ ചെയ്തു. തോന്നിയ പോലെ ചെയ്യരുത്. അതാണ് ജാഗരൂകരായിരിക്കുവിൻ. അങ്ങനെ പഠിച്ച് ഉൽപ്പത്തിയുടെ 22-ാം അധ്യായം എത്തുമ്പോൾ അബ്രാഹത്തോട് പറഞ്ഞു, നിന്റെ ഏകമകൻ ഇസാക്കിനെ ബലിയർപ്പിക്കാൻ മോറിയ മലയിലേക്ക് പോകാം. അപ്പോൾ അബ്രഹാം കൃത്യമായിട്ട് അനുസരിച്ചു. ഒരു മറുചോദ്യവും ഇല്ല. സാറ കൂടെ ഇല്ലാത്തതായിരിക്കാം കാരണം. സാറ എങ്ങാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിനൊരു ഒരു ഒരു എതിർ വർത്തമാനം ഉണ്ടായേനെ. നമ്മുടെ കൊച്ചിനൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ഞാൻ പ്രസവിച്ച കൊച്ചാണ്, എനിക്ക് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ വല്ലതും അത് കേൾക്കേണ്ടി വന്നാനേ. പക്ഷെ സാറ കൂടെ ഇല്ലാതിരുന്നത് കൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം കൃത്യമായിട്ട് അനുസരിക്കാൻ, ഉണർന്നിരിക്കാൻ
ഉണർവോടെ ഇരിക്കാൻ ഒരുക്കമുള്ള ഒരു ദാസനെ പോലെ ആകാൻ അബ്രഹാത്തിന് സാധിച്ചു. അതാണ് അബ്രഹാം പിന്നെ അത് കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ് ദൈവം തന്നെ ഇടപെട്ട് അത് അനുഗ്രഹമാക്കി മാറ്റുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതിലൊരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ പോകരുത്. നമുക്ക് സഭയിലൂടെ ഒരു രീതി തന്നിട്ടില്ലേ? നമ്മളങ്ങ് വിചാരിക്കുകയാണ് കർത്താവിനെ പിടിച്ചിട്ട് കാര്യമില്ല, എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, അപ്പോൾ ചരടും തൂവാലയും താക്കോലുമായിട്ട് വഴിയരികിൽ അങ്ങ് ആൾ നിൽക്കുന്നു, കൊള്ളാലോ, ഇതങ്ങ് ചെയ്താലോ, ഇതങ്ങാനും ചെയ്താൽ കൊച്ചുണ്ടായാലോ എന്നങ്ങ് കരുതി. അപ്പോൾ 1-ാം പ്രമാണ ലംഘനമായി. മനസ്സിലായി? ഇങ്ങനെ കരുതരുത്, ചില കാര്യങ്ങൾ അങ്ങനെ കരുതരുത്. പ്രിയ പൈതലേ, നിനക്ക് വിശ്വാസ ജീവിതത്തിന് വേണ്ടി നിനക്ക് കൃത്യമായൊരു മാർഗരേഖ സഭയിലൂടെ നിനക്ക് തന്നിട്ടുണ്ട്. നിനക്ക് തോന്നിയതുപോലെ പോകാനുള്ളതല്ല. നമ്മളിങ്ങനെ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കുറച്ചു നേരം കൂടി കിടക്കാം എന്ന് പറഞ്ഞ് കിടന്നുറങ്ങി എത്രയോ കാര്യങ്ങൾ നഷ്ടമായി പോയിട്ടുണ്ട്. പഠിക്കാനായിട്ട് അമ്മ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പഠിക്കാതെ പിന്നെയും കിടന്നുറങ്ങി, പഠനത്തിൽ നല്ല പ്രിപ്പറേഷൻ ഇല്ലാതെ, കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാതെ പരീക്ഷ സമയത്ത് അന്തം വിട്ടിരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ മക്കൾക്ക്? അപ്പോൾ ഉണർന്നിരുന്ന് ഒരുങ്ങിയിരുന്നെങ്കിൽ, നേരത്തെ കാലത്തെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് കത്തോലിക്ക വിശ്വാസത്തോട് ചേർന്ന് പോയിരുന്നെങ്കിൽ, ചില ആളുകൾ വിചാരിക്കും വേളാങ്കണ്ണി പള്ളി വന്ന് കുമ്പസാരിച്ച പ്രത്യേക അഭിഷേകമാണ് എന്ന് കരുതി 1 വർഷം കാത്തിരിക്കും കുമ്പസാരിക്കാൻ വേണ്ടി. അതാണ് നല്ലതെന്ന് കരുതി ആ 1 വർഷത്തിനുള്ളിൽ ഇവിടെ വരാൻ പോലും പറ്റാതെ എങ്ങാനും ജീവൻ പോയാൽ കുമ്പസാരിക്കാത്ത അവസ്ഥയിൽ മരിച്ചു പോയില്ലേ? മരണത്തിന് ശേഷം കുമ്പസാരിക്കാനേ പറ്റുകയില്ല. ഒരുങ്ങിയിരിക്കുവിൻ. ഒന്നും കരുതരുത്, വെറുതെ വിചാരിക്കരുത്. സഭയിലൂടെ നിന്നെ പരിശീലിപ്പിച്ച കാര്യങ്ങൾ അത് നീ നല്ല അക്ഷരം പ്രതി അനുസരിച്ചാൽ നിനക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും. അബ്രഹാം വിജയിച്ചതുപോലെ, പരിശുദ്ധ മറിയം വിജയിച്ചതുപോലെ. മറിയം അങ്ങനെ കരുതിയൊന്നുമില്ല, മറിയം ഒന്നും കരുതിയില്ല. മറിയം പറഞ്ഞതൊക്കെ അങ്ങോട്ട് അനുസരിച്ചു. ദൈവം പറഞ്ഞതൊക്കെ മറിയം അങ്ങ് അനുസരിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിന് നിറവേറട്ടെ. ഞാനിങ്ങനെ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു പോയാൽ പൊല്ലപ്പാവോ? മറ്റവരൊക്കെ പൊല്ലപ്പാകുമെന്ന് കരുതി എല്ലാ ശിഷ്യന്മാരും ഓടി കളിച്ചപ്പോൾ മറിയം ഇങ്ങനെ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു, കുരിശിൻ്റെ ചുവട്ടിൽ നിന്നു, ഈശോയുടെ ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി. അതുപോലെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കുമ്പസാരിക്കുകയും ചെയ്താൽ പ്രിയ ദൈവപൈതലെ, നീ ഉണർന്നിരിക്കുന്ന ഒരു പൈതലായി മാറും. അങ്ങനെ ഒരു അനുഗ്രഹം നമുക്ക് ദൈവം പ്രദാനം ചെയ്യട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹവും അഭിഷേകവും നമുക്ക് അനുഭവവേദ്യമാകട്ടെ. ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനായി, ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനായി, നീ വരേണേ ജീവനായി, ജീവനേകും ഭോജ്യമായി പിരിയാതെ നാഥനെ ഉള്ളിൽ വാഴണമേ. പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈ തീർത്ഥാടനവും ഞങ്ങളുടെ വിശ്വാസ ജീവിതവും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥ്യം വഹിക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും.
അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് നമുക്ക് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ആഗോള കത്തോലിക്ക സഭയെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയെ പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തെ ഇവിടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സെപ്റ്റംബർ 8 എല്ലാ നല്ല ക്രമീകരണങ്ങളും ഉണ്ടാകാനും ഇവിടെ വന്നു ചേരുന്ന തീർത്ഥാടകർക്കെല്ലാവർക്കും അഭിഷേകമുള്ള ശുശ്രൂഷകൾ ലഭിക്കുവാനും ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നാനാജാതി മതസ്ഥരോടും വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരോടും അങ്ങ് കരുണ കാണിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവേ, അങ്ങയുടെ കാരുണ്യത്തിലാണ് ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഓരോ വിഷയങ്ങളോടും കരുണ കാണിക്കണമേ. അങ്ങ് തന്നെ ഞങ്ങളെ രക്ഷിക്കാനുള്ളൂ. ഒരനുഭവം ഞങ്ങൾക്ക് ഈ തീർത്ഥാടനത്തിലൂടെയും ഈ പരിശുദ്ധ ബലിയർപ്പണത്തിലൂടെയും ഞങ്ങളുടെ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിലൂടെയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ ചെയ്യും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് സമർപ്പിക്കാനായി അങ്ങ് കാരുണ്യപൂർവ്വം നൽകുകയും അങ്ങേ ശക്തിയാൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യമായി അങ്ങ് മാറ്റുകയും ചെയ്യുന്ന അങ്ങേ സഭയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ സംപ്രീതിയോടെ സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോടലിവ് തോന്നിയ അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന്
അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ചേർന്ന് പാടാം. നിരുപമങ്ങ് മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ
നിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറെ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്ക്. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ.
കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.